ഇന്ന് നമ്മൾ പറയുന്നത് ഡ്രൈ സ്കിന്നുള്ള കുട്ടികളുടെ സ്കിൻ കെയറിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് എന്ത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അഥവാ എക്സിമ ഒക്കെ ഉള്ള കുട്ടികളുടെ സ്കിൻ കെയർ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഡ്രൈ സ്കിന്ന് നമ്മുടെ കുട്ടികളിൽ വളരെ കോമൺ ആണ്. അപ്പോൾ ഇതുപോലെ മുഖത്തൊക്കെ ഡ്രൈ സ്കിന്ന് വരാം, കയ്യിൽ ഡ്രൈ സ്കിന്ന് വരാം, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ അതിനൊരു എക്സ്ട്രീം കേസാണ് ഈ എക്സിമ എന്ന് പറയുന്നത്. കുറച്ചൊരു കൂടിയ അളവിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ എക്സിമ എന്ന് പറഞ്ഞാൽ കൂടിയ അളവിൽ നിന്നല്ല, ചില കുട്ടികൾക്ക് വളരെ മൈൽഡ് ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതൊരു ഒരു ഒരു അലർജി കണ്ടീഷനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പറയുന്നത് നിങ്ങളെ കുട്ടിക്ക് ഡ്രൈ സ്കിന്ന് വരാതിരിക്കാനും ഡ്രൈ സ്കിന്ന് വന്ന കുട്ടികളുടെ അതിൻ്റെ കെയറിനും വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ബാത്തിങ്. ഒരു ഡ്രൈ സ്കിന്ന് വന്ന കുട്ടികളുടെ പാരൻസ് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് വരാതിരിക്കാൻ ഒരു തുടക്കമുള്ള കുട്ടികളുടെ പാരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അവരുടെ ബാത്തിങ്ങിനെ കുറിച്ച്. ഈ ബാത്തിങ് നമ്മൾ ഡ്രൈ സ്കിന്ന് വരുമ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ്, ഓക്കെ സ്കിന്ന് ഡ്രൈ ആണല്ലോ, അപ്പോൾ കുറേ നേരം വെള്ളത്തിൽ വെച്ചേക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഡ്രൈ സ്കിന്നുള്ള ഒരു കുട്ടികളുടെ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് വൺസ് ഒരു തവണ കുളിപ്പിക്കുക. അതെങ്ങനെയാ? കുറച്ചൊരു ഇളം ചൂടുള്ള വെള്ളത്തിലാണ് IAP പോലെയുള്ള ഓതറൈസ്ഡ് ബോഡീസ് ഈ കുളിയുമായി ബന്ധപ്പെട്ട് പറയണത്. ഒരു 27 to 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിൽ ആണ് കുളിപ്പിക്കേണ്ടത്. എത്രയാ? ഒരു 5-10 മിനിറ്റ് അത്ര മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ കുളി, അതാണ് ഈ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് നമുക്ക് ബാത്തിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സിമ ഉള്ള കുട്ടികൾക്ക് ബാത്തിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അവിടെ നമുക്ക് സോപ്പ് ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അതിനു മുമ്പ് ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഒരു നിങ്ങളെ കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമുക്ക് ഈ പാരന്റിങ് ജേർണി ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വീണ്ടും ടോപ്പിക്കിലോട്ട് വരാം. നമുക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് എന്നുള്ളതാണ് ചോദ്യം. അവിടെ ആദ്യം നിങ്ങൾ അറിയേണ്ടതുണ്ട് സോപ്പ് എന്താണ്, സിന്തറ്റ് എന്താണ് എന്നുള്ളത്. പ്രത്യേകം ഓർക്കുക, സോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന പിക്ചർ ഇതായിരിക്കും അല്ലേ. ഞാൻ ഈ സോപ്പിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് സോപ്പ് എന്നുള്ള കെമിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് സോപ്പ് എന്ന കെമിക്കൽ? ഒരു ഓയിലും ആൽക്കലിയും കൂടി ചേർന്നുണ്ടാകുന്ന ആ രാസപദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് സോപ്പ്. പക്ഷെ നമ്മുടെ മനസ്സിൽ കാലങ്ങളായിട്ടുള്ള സോപ്പ് ഇങ്ങനെയുള്ള ഒരു സാധനമാണ്. അതെന്താ കാരണം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ സോപ്പ് ഇതേ ഓയിൽ പ്ലസ് ആൽക്കലി വെച്ച് ഉണ്ടാക്കിയ ആ സോപ്പ് എന്നുള്ള ഒരു രാസപദാർത്ഥം കൊണ്ട് ഉണ്ടാക്കിയ ഒന്നായതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്. ഏതുപോലെ JCB, നമ്മൾ എന്തിനാണ് JCB എന്ന് വിളിക്കുന്നത്? ആ മണ്ണ് മാറ്റുന്ന അതിനെയാണ് നമ്മൾ JCB എന്ന് വിളിക്കുന്നത്. പക്ഷെ അത് ആ JCBയുടെ പേരാണോ? അല്ല, ആദ്യമായി അത് ഇറക്കിയ കമ്പനിയുടെ പേരാണ് JCB അല്ലേ? അങ്ങനെയാണെന്ന് എൻ്റെ അറിവ്. അപ്പോൾ നമ്മൾ കാലങ്ങളായി അതിനെ അറിയാതെ JCB എന്ന് വിളിച്ച് മണ്ണ് മാന്തിയ JCB ആക്കി മാറ്റി. അതുപോലെ തന്നെ ഈ സോപ്പ് എന്നുള്ള രാസപദാർത്ഥം വെച്ച് നിർമ്മിക്കുന്ന ഈ ഒരു വസ്തുവിനെ നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതല്ല ഇവിടുത്തെ സോപ്പ്. ഇവിടുത്തെ സോപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ആൽക്കലി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ ബാറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോപ്പ്. ഇനി സിന്തറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്തറ്റിക് ഡിറ്റർജൻസ് അഥവാ സോപ്പ് എന്നുള്ള ആ രാസവസ്തു അടങ്ങാത്ത കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാറാണ് സിന്തറ്റുകൾ അഥവാ സിന്തറ്റിക് ഡിറ്റർജൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് കുട്ടികൾക്ക് നല്ലത് നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് ഓരോന്നിനും പരിചയപ്പെടാം. റെഗുലർ സോപ്പ്, നമ്മുടെ വീട്ടിലൊക്കെ കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ആ സോപ്പ്, അത് എന്താണ്? ഒരു സ്ട്രോങ് ആൽക്കലിയാണ്. നമ്മുടെ തൊലിപ്പുറത്തുള്ള എണ്ണ മയം കഴുകിക്കളയാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ എണ്ണമയം കഴുകിക്കളയുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കാരണം അതിന് വേണ്ടിയാണ് സോപ്പ് ഉപയോഗിക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ തൊലിപ്പുറത്തുള്ള ഈ ഒരു ഓയിലി ലെയർ അവർക്ക് പ്രൊട്ടക്ഷനാണ്, ആക്ച്വലി നല്ലതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും സ്ട്രോങ് ആൽക്കലി ആയിട്ടുള്ള ഇങ്ങനെ അവരുടെ ദേഹത്തുള്ള എല്ലാ എണ്ണയെയും
കഴുകിക്കളയുന്ന ഒന്നും അവർക്ക് പാടില്ല. അതുകൊണ്ടാണ് ഈ റെഗുലർ സോപ്പുകൾ, അഡൽട്ട് ഉപയോഗിക്കുന്ന സോപ്പുകൾ നമ്മൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കാത്തത്. അപ്പം ഈ സോപ്പിൻ്റെ കാഠിന്യം ഒന്ന് കുറച്ച് അതിൽ കുറച്ച് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്ന ഒന്നാണ് ബേബി സോപ്പുകൾ. അപ്പോൾ ബേബി സോപ്പുകളുടെ പ്രത്യേകത എന്താണ്? അഡൽട്ട് സോപ്പിനേക്കാൾ സ്ട്രോങ് കുറഞ്ഞ, അതിൽ കുറേ നല്ല പ്രോഡക്റ്റ്, ഇപ്പോൾ ഗ്ലിസറിൻ പോലെയുള്ള വസ്തുക്കൾ ആഡ് ചെയ്ത് വരുന്ന ഒന്നാണ് ബേബി സോപ്പ്. അത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്താണ് സിന്തറ്റിക്കുകൾ? ഈ സോപ്പ് എന്നുള്ള രാസപദാർത്ഥം അടങ്ങാത്ത ബാർ ആണ് സിന്തറ്റിക്കുകൾ. സോപ്പ് എന്നുള്ള രാസപദാർത്ഥം, നിങ്ങൾ വീണ്ടും ഓർക്കണം, സോപ്പ് എന്ന് പറയുമ്പോൾ ആ ഷേപ്പുള്ള വസ്തുവിനല്ല പറയണത്, ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട്, സോപ്പ് എന്നുള്ള കെമിക്കൽ കോമ്പൗണ്ട് അടങ്ങാത്ത ഒരു ബാറിനെയാണ് സിന്തറ്റ് എന്ന് വിളിക്കുന്നത്. ആ സിന്തറ്റിൻ്റെ പ്രത്യേകത, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ സ്കിന്നിൽ ഏറ്റവും അനുയോജ്യമായ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു സിന്തറ്റുകളാണ്. സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം വരും, അപ്പോൾ ഈ സോപ്പും സിന്തറ്റും നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെയാണ് സോപ്പ് മാർക്കറ്റിൽ നിന്ന് ഇപ്പം നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ പോയി ഒന്ന് പിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് സിന്തറ്റാണോ സോപ്പാണോ അടങ്ങിയിട്ടില്ലെന്ന് അറിയണ്ടേ? കാരണം രണ്ടും ഒരേ ഷേപ്പിലാണ്. അതിനു വേണ്ടി ഞാൻ എന്ത് പറയാം, നിങ്ങളെ കുട്ടികൾക്ക് ഏറ്റവും വാങ്ങാൻ എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ചില ഫേമസ് ബ്രാൻഡുകൾ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളെ കുട്ടിയെ ബേബി സോപ്പ് വെച്ച് കുളിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ബേബി സോപ്പ് എന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് അടങ്ങിയിട്ടുള്ള വസ്തു വെച്ച് കുളിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് സിന്തറ്റുകളാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സിന്തറ്റ് ബാറുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനു മുമ്പ് ഞാൻ പൊതുവേ എൻ്റെ ഒരു വീഡിയോസിലും ബ്രാൻഡ് നെയിം പറയാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് നിങ്ങൾക്കത് വാങ്ങാനുള്ള എളുപ്പത്തിന് ഒന്നിൽ കൂടുതൽ ബ്രാൻഡുകൾ ഒരുമിച്ച് പറയാം. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളൊരു ഇത് വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്രാൻഡുകൾ പറയാം. ഒന്ന് ടെഡി ബാർ. ഇത് ഒരു സിന്തറ്റാണ്. ഇതിൽ സോപ്പിൻ്റെ അംശമല്ല, സിന്തറ്റാണുള്ളത്. നിങ്ങളവിടെ നോക്കിയാൽ കാണാം, ആ മഞ്ഞ വരലിട്ടോ 100% സോപ്പ് ഫ്രീ ആണ്. ഒന്ന് ടെഡി ബാർ. ഇത് നിങ്ങൾക്ക് വളരെ കോമൺ ആയി ഈ ടെഡി ബാറിൻ്റെ ബാത്തിങ് ബാർ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അടുത്തത് ഡാഫി. ഡാഫിയുടേതും അവിടെ മാർക്ക് ചെയ്ത് കാണാം, അത് സിന്തറ്റ് ബാറുകളാണ്. ആ ചുവന്ന ഇതിൽ മാർക്ക് ചെയ്ത് കണ്ടോ, ഡാഫി. അടുത്ത സെബാമെഡ്. സെബാമെഡിൻ്റെ ക്ലെൻസിങ് ബാറും സോപ്പ് ഫ്രീ ആണ്, ആൽക്കലി ഫ്രീ ആണ്, മാർക്ക് ചെയ്ത് കണ്ടോ. അടുത്തത് സെറ്റാഫിലിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്, ഇതും മോയ്സ്ചറൈസിങ് സിന്തറ്റ് ബാറാണ്, സോപ്പല്ല. കൃത്യമാണല്ലോ. അപ്പോൾ എല്ലാം കാണുമ്പോൾ ആ ഒരു സോപ്പിൻ്റെ രൂപത്തിലുള്ള ഷേപ്പാണ്, പക്ഷേ അതിൻ്റെ കെമിക്കൽ കോമ്പണൻ്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കെമിക്കൽ കോമ്പണൻ്റ് എപ്പോഴും കുളിപ്പിക്കാൻ നല്ലത് ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും അല്ല, ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് ഈ സിന്തറ്റ് ബാറുകളാണ്. ഈ സിന്തറ്റ് ബാറുകളുടെ പ്രത്യേകത, അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അത്രയും ഡ്രൈ സ്കിന്നൊന്നും ഇല്ലാത്ത സാധാരണ ഒരു നോർമൽ കെയറിന് നിങ്ങൾ സോപ്പ് കാറ്റഗറിയിൽ പെടുന്നത് വാങ്ങിച്ചാലും മതി. വില കുറഞ്ഞ അതാണ്, സോപ്പുകളാണ് വില കുറഞ്ഞത്. അപ്പോൾ അത് വാങ്ങിച്ചാലും മതി. നല്ല ഡ്രൈ സ്കിൻ ഉണ്ട്, എക്സിമ ഉള്ള കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ കേട്ടോ. അത്രയും മനസ്സിലായല്ലോ. അപ്പം എങ്ങനെ കുളിപ്പിക്കാമെന്ന് മനസ്സിലായി, സോപ്പാണോ സിന്തറ്റാണോ വാങ്ങേണ്ടത് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് കുളി കഴിഞ്ഞ അടുത്ത പണി എന്താ? കുളി കഴിഞ്ഞ അടുത്ത പണി മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ്. കാരണം ഡ്രൈ സ്കിന്നിൻ്റെ ഒരു ബേസിക് മാനേജ്മെൻറ്റ്, ഏറ്റവും അടിസ്ഥാനമായി ഡ്രൈ സ്കിന്നിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത് മോയ്സ്ചറൈസറാണ്, ഇമോളിയൻ്റ് ആണ്. അപ്പം നമുക്ക് ഇനി മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇവിടെ ഡ്രൈ സ്കിന്നുള്ള ഒരു കുഞ്ഞിന്, ഡ്രൈ സ്കിന്ന് വരാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞിന്, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് വന്ന ഒരു കുട്ടികളുടെ കേസിൽ മോയ്സ്ചറൈസർ നമുക്ക് രണ്ട് രൂപത്തിൽ അവൈലബിൾ ആണ്. ലോഷൻസും ഉണ്ട്, ക്രീമും ഉണ്ട്. അപ്പം ആദ്യമേ പറയട്ടെ, ഈ മോയ്സ്ചറൈസിങ് ക്രീമുകളാണ് ഡ്രൈ സ്കിന്നിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് തടയാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന്. എന്താണ് ക്രീം? ക്രീം എന്ന് പറഞ്ഞാൽ ഓയിൽ ഇൻ വാട്ടറാണ്, വാട്ടർ ഇൻ ഓയിലാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓയിലി ആയിട്ട് ഒന്നാണ്, അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ക്രീമുകൾ ചെറിയ ട്യൂബിലാണ് വരുന്നത്, ചെറിയ അളവ് ഉണ്ടാവുള്ളൂ. അപ്പം ഒരു ചെറിയ ഏരിയയിൽ ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്രീം തന്നെയാണ്. കാരണം ക്രീമുകളാണ് ഡ്രൈ സ്കിന്നിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ചികിത്സിക്കാൻ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നിങ്ങളുടെ കുട്ടിയുടെ ദേഹം മൊത്തം തേക്കണം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്രീം വാങ്ങിച്ചാൽ മുതലാവില്ല. അപ്പോൾ അവിടെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ
നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മൊത്തവും നല്ല സിവിയർ ആയിട്ട് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് ലോഷന് പകരം ക്രീമാണ് പറയുക. കാരണം ക്രീമുകളാണ് സിവിയർ കേസിൽ ഏറ്റവും എഫക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ ക്രീമും ലോഷനും രണ്ടായാലും കണക്കല്ലേ? അല്ല, പ്രൈസ് എപ്പോഴും ക്രീമിനാണ് കൂടുതൽ. കാരണം ക്രീം കുറച്ചേ ഉള്ളൂ, നല്ല വിലയുണ്ടാവും. പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്രീം തന്നെയാണ്. അപ്പം ചെറിയ ചെറിയ ഭാഗത്ത്, ഇപ്പം കവളത്ത് മാത്രം, ഇവിടെ മാത്രം, അങ്ങനെ ഉണ്ടെങ്കിൽ ക്രീം വാങ്ങിച്ചോളൂ, അതാണ് ഏറ്റവും ലാഭകരം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് തേക്കാൻ ഒരു ലോഷനും വാങ്ങിച്ചാൽ മതി. അത് ഒരു സെയിം ബ്രാൻഡിൻ്റെ ക്രീമും ലോഷനും ആവാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവാം, അത് കുഴപ്പമില്ല. കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾ പീഡിയാട്രിഷനെ കാണിക്കുമ്പോൾ അവരോട് സജഷൻ ചോദിക്കുക. അപ്പം ഇനി എങ്ങനെയാണ് ഈ ക്രീമോ അല്ലെങ്കിൽ ലോഷൻസോ തേക്കേണ്ടത്? ഫ്രീക്വൻ്റ് ആയിട്ട് ലിബറൽ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ വളരെ ധാരാളമായി ഉപയോഗിക്കുക. ഇടവിട്ട് ഈ മോയ്സ്ചറൈസിങ് ക്രീമും ലോഷൻസും തേക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതിൻ്റെ കുട്ടിക്ക് സേഫ് ആണോ? മനസ്സിലാക്കുക, കുട്ടികളുടെ സ്കിൻ പ്രോഡക്റ്റിൽ അവർക്ക് ഏറ്റവും ആവശ്യമുള്ളതും അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളതും അവർക്ക് തീർത്തും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം ഒരേ ഒരു വസ്തു, അത് മോയ്സ്ചറൈസർ മാത്രമാണ്. കാരണം അവരുടെ അത്രയും മൃദുലമായിട്ടുള്ള ആ സ്കിന്നിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ളത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതൊരു മരുന്നായി കാണരുത്, അത് അവരുടെ സ്കിൻ റൂട്ടീൻ്റെ ഭാഗമാണ്. അപ്പം ഒരു ദിവസം ഒരു 2-3 തവണ നിങ്ങൾ തേച്ച് കൊടുക്കുക. അതിൽ ഒരു തവണ എങ്ങനെയായിരിക്കണം? കുളിച്ച് വിത്തിൻ 3 മിനിറ്റ് ആകാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ്? എന്താ കാരണം? കാരണം കുളിച്ച് കഴിഞ്ഞ് തോർത്തിയാൽ പോലും നമ്മുടെ ദേഹത്ത് കുറച്ച് ഈർപ്പുണ്ടാവും. അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ആ ക്രീമാണ് തേച്ച് കഴിഞ്ഞാൽ, ആ ലോഷൻ തേച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം പിടിച്ചു നിൽക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2, 3, 4 തവണ ക്രീം തേക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അതിൽ ഒരു തവണ എപ്പോഴും കുളിച്ചതിന് ശേഷം വിത്തിൻ 3 മിനിറ്റ് ആകാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ക്ലോത്തിങ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എങ്ങനെ കുളിക്കാം, എന്ത് വെച്ച് കുളിക്കണം, സോപ്പാണോ സിങ്കറ്റാണോ, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇനി അവരുടെ ക്ലോത്തിങ്ങിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് നൽകുന്ന ഇങ്ങനെ ഡ്രൈ സ്കിൻ ഉള്ള അല്ലെങ്കിൽ എക്സിമ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സാധാരണ ചെറിയ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്മൂത്ത് ആയിട്ടുള്ള വളരെ ലൂസ് ആയിട്ടുള്ള സോഫ്റ്റ് ക്ലോത്തിങ് ആണ് നല്ലത്. ലൂസ് ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ പളവളപ്പുള്ള ഈ തൊടുമ്പോൾ തന്നെ വളരെ റഫായിട്ടുള്ള കുറേ വർക്കൊക്കെ ഉള്ള ഡ്രസ്സ് ഇത്തരം കുട്ടികൾക്ക് നിങ്ങൾ ഒഴിവാക്കണം. അത് നല്ലതല്ല. അത് ഈ ഇറിറ്റേഷൻ കൂട്ടും, ഡ്രൈ സ്കിന്ന് കൂട്ടും. കേട്ടല്ലോ, ഡ്രൈ സ്കിന്ന് കൂട്ടും. അപ്പം അത് കുഞ്ഞ് മാത്രമല്ല, പാരൻസും അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഈ കുഞ്ഞിനെ മിക്കപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? പാരൻ്റാണ്. അപ്പം നിങ്ങളെ കുഞ്ഞിനെ നിങ്ങളിങ്ങനെ തോളത്ത് വെക്കുന്ന സമയത്ത് നിങ്ങളെ വസ്ത്രം അതുപോലെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പം അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോട്ടൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒഴിവാക്കേണ്ടത് വൂൾ ആൻഡ് സിന്തറ്റിക് ക്ലോത്തുകളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. അടുത്തത് ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കുളിക്കിനെ കുറിച്ച് പറഞ്ഞു, സോപ്പിനെ കുറിച്ച് പറഞ്ഞു, മോയ്സ്ചറൈസർ തേക്കണമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നല്ല ഉടുപ്പിടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അലർജൻസ്. കാരണം ഈ ഡ്രൈ സ്കിന്ന് പലപ്പോഴും ഒരു അലർജിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പുറത്തുള്ള പല വസ്തുക്കളും കുഞ്ഞിൻ്റെ തൊലി തട്ടുമ്പോൾ ആ ഭാഗം വീണ്ടും അലർജിക്കായി അവിടെ ഇച്ചിങ് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഡ്രൈ സ്കിന്ന് വീണ്ടും ഡ്രൈ സ്കിൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെയുള്ള അലർജൻസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് അലർജൻസ്? ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള അലർജൻസ്. വീട്ടിലുള്ള കൂറ, അതൊക്കെ കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ കുട്ടി കുറേ കാലമായിട്ട് ഒരു ടോയ്ലറ്റിൽ ഇരിക്കുന്നുണ്ട്, യൂറോപ്യൻ ടോയ്ലറ്റ്. ആ യൂറോപ്യൻ ടോയ്ലറ്റിൻ്റെ ആ ഇരിക്കുന്ന ഭാഗം തട്ടുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളെ കുട്ടിക്ക് ഒരു ഡ്രൈ സ്കിന്ന് വരും, അലർജി വരും. അപ്പോൾ അവിടെ ഏതാണ് അലർജൻ? ആ ടോയ്ലറ്റ് സീറ്റിംഗ് ആണ്. അപ്പോൾ ആ സീറ്റിംഗ് മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ നിങ്ങളെ കുഞ്ഞിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ബാക്കിൽ ടാഗ് ഉണ്ടാവും, അപ്പോൾ ഈ ഭാഗത്തായിട്ട് ആ ടാഗ് കുറേ കാലം തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു അലർജി വരും, ഡ്രൈ സ്കിന്ന് വരും. അവിടെ അതാണ് അലർജൻ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കുഞ്ഞിൻ്റെ സ്കിന്നിനെ ബാധിക്കുന്ന എന്തെല്ലാം അലർജൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഒഴിവാക്കുക. അടുത്തൊരു ചോദ്യമാണ്, എൻ്റെ കുട്ടിക്ക് ഡ്രൈ സ്കിൻ വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് എക്സിമ ഉണ്ട്,
ഡയറ്റ് വല്ല മാറ്റം വരുത്തണോ? ഒറ്റ ഉത്തരം, ഡയറ്റിൽ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. ആർക്കൊഴികെ നിങ്ങളെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഡയറ്റിനോട് അലർജി ഉണ്ടെന്ന് പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ, പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ ആ അലർജി ഉള്ള ഫുഡ് മാത്രം ഒഴിവാക്കുക. അല്ലാതെ ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ഫുഡ് ഒഴിവാക്കേണ്ട കാര്യമില്ല. കൃത്യമാണോ? കൃത്യമാണ്. അപ്പം അതാണ് ഡയറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ കുട്ടിക്ക് ഡ്രൈ സ്കിന്ന് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് വന്ന, അല്ലെങ്കിൽ എക്സിമ വന്ന കുട്ടികളുടെ കാര്യത്തിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതുപോലെ ഈ ഒരു പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാനും സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനും സബ്സ്ക്രൈബ് ചെയ്ത് പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഈ PPT പ്രസന്റേഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്, ഒരു മോട്ടിവേഷനും കൂടിയാണ്. അപ്പോൾ നിങ്ങളെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പ്ലസ് അടുത്ത ടോപ്പിക്ക് നമുക്ക് ഏതിനെ കുറിച്ച് വേണമെന്ന് നിങ്ങൾക്ക് അതിൽ സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞാൽ എനിക്കതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കാണുന്നവരെ ബൈ.